നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആഗോള സാമ്പത്തിക ഉച്ചകോടി നടക്കുന്ന ആ വേദിയിൽ വെച്ച് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ബോർഡ് ഓഫ് പീസ് എന്നൊരു പുതിയ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചത്. പലരും ഇതിൽ അംഗത്വം കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പേർ ഇപ്പോൾ തന്നെ അംഗത്വം എടുത്തുവെന്നുമൊക്കെ ട്രംപ് ഒരുപാട് വീമ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അംഗത്വം കൊടുത്ത രാജ്യങ്ങളുടെ പലതും ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ സ്വന്തം ജനങ്ങളെ ചവിട്ടിക്കൂട്ടുന്ന തരത്തിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായി എല്ലാം കട്ടുമുടിക്കുന്ന അത്തരത്തിൽ പെരുമാറുന്ന ഒരുപാട് രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇവർക്കെല്ലാം കൂട്ടിനായി നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമുണ്ട്. നമുക്കറിയാം, ലോകത്ത് ഏത് വേദിയിൽ പോയാലും അവിടെയെല്ലാം കോമാളി വേഷം കെട്ടുന്ന ഈ ഷഹബാസ് ഷെരീഫ് ഈ ബോർഡ് ഓഫ് പീസിൽ അംഗത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ബദൽ പ്രസ്ഥാനമായി രൂപീകരിക്കാനാണോ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. മാത്രമല്ല, ഈ ബോർഡ് ഓഫ് പീസിൽ അംഗത്വം വേണമെങ്കിൽ ഓരോ രാജ്യവും ഏതാണ്ട് 8,000 കോടിയോളം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിഞ്ഞാലും അയാൾ തന്നെയായിരിക്കും ഈ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചുരുക്കത്തിൽ ഈ ഒരു സമാധാന പ്രസ്ഥാനം ഇപ്പോഴും സംശയനിഴലിലാണ്. കാരണം ഇത് അടിസ്ഥാനത്തിലാണ്? ഇത് രാജ്യങ്ങൾ തന്നെയാണോ തീരുമാനിക്കുന്നത്, അതോ ഭരണാധികാരികളാണോ? ഇതിൻ്റെ അംഗത്വത്തിൻ്റെ മാനദണ്ഡം എന്താണ് എന്നൊന്നും ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ട്രംപിനെ തൃപ്തിപ്പെടുത്തുക, ട്രംപിന് സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടി ശുപാർശ ചെയ്യുക പോലും ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ 8,000 കോടി രൂപ ഇതിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടി അടയ്ക്കുക എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങാനായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. കാരണം ലോകമെമ്പാടുന്നുള്ള വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നായി 100 കണക്കിന് കോടി ഡോളറാണ് പാകിസ്ഥാൻ വായ്പ എടുത്തിട്ടുള്ളത്. ഇതൊന്നും തന്നെ തിരിച്ചടയ്ക്കാനുള്ള സ്ഥിതി അവർക്ക് ഇപ്പോഴുമില്ല, പണ്ടുമില്ല. നമുക്കറിയാം, സൗദി അറേബ്യയ്ക്ക് കൊടുക്കാനുള്ള പണത്തിന് പകരം കുറച്ച് യുദ്ധവിമാനങ്ങൾ കൊടുത്ത് കടം കിട്ടാൻ വരെ ശ്രമിക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ ഭരണാധികാരി ചെന്ന് ഈ 8,000 കോടി രൂപ മുടക്കി മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ തലയെ കൈവച്ച് ചിരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഈ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൂടാതെ പല ഇസ്ലാമിക രാജ്യങ്ങളും ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ പിണക്കാൻ കഴിയുകയില്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും പിണക്കാൻ കഴിയുകയില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടിനും നടുക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ്. ഏതായാലും പ്രസ്ഥാനത്ത് ചേരുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ സ്വന്തം രാജ്യത്ത് നിന്ന് അതിശക്തമായ എതിർപ്പാണ് വരുന്നത്. ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിലെ നേതാക്കളെല്ലാവരും, ഇമ്രാൻഖാൻ ജയിലിലാണെങ്കിലും അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് സമാധാനം പറയണമെന്ന് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, രാജ്യത്ത് ഹിതപരിശോധന നടത്തിയിട്ട് വേണം ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളും സംഘടനകളുമൊക്കെ തന്നെ ഈ ഒരു മണ്ടൻ തീരുമാനത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ ഷഹബാസ് ഷെരീഫിന് എന്താണ് ചെയ്യാൻ കഴിയുക? അമേരിക്ക പറഞ്ഞാൽ അനുസരിക്കുക. അടിമയാണ് അമേരിക്കയുടെ അയാൾ ശരിക്കും. മാത്രമല്ല, ഒരു കാര്യത്തിന് സ്വന്തമായ നിലപാടുള്ള ആളുമല്ല. പാകിസ്ഥാനിലെ സർക്കാർ എന്ത് കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമല്ല, അവിടുത്തെ സൈന്യാധിപനായ അസീം മുനീറാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാനിലെ ജനങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമൊക്കെ തന്നെ ഗാസയെ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുക എന്ന ഈ പദ്ധതിയിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് പല രാജ്യങ്ങളിലും കോളനിവൽക്കരണം നടത്താനാണ് എന്നുള്ള സംശയം ഇപ്പോഴേ വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിർത്തി ഇത്രയും പണവും സമാഹരിച്ചതിന് ശേഷം പല രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനും അവിടെയൊക്കെ തന്നെ അമേരിക്കയുടെ കോളനികളാക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആരോപണം ഒരു വശത്ത്. മറുവശത്ത് ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനായി ഇയാൾ ഓരോ നീക്കങ്ങളും നടത്തുമ്പോൾ അവിടെ ഇസ്രയേലിന് അനുകൂലമായ നിലപാട് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള സൈന്യങ്ങളോടെ ചെല്ലുമ്പോൾ എടുക്കേണ്ടി വരും. പാകിസ്ഥാൻ സൈന്യവും നിർബന്ധമായി അവിടെ ചെല്ലണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ സൈന്യത്തെ അയക്കാൻ അവർ നിർബന്ധിതരാകും എന്നുള്ള കാര്യവും തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഈ ഷഹബാസ് ഷെരീഫും അതുപോലെ അവിടുത്തെ സൈന്യാധിപനൊക്കെ ചേർന്ന് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള ആശങ്കയിലാണ് രാജ്യത്തെ ജനങ്ങൾ. ഏതായാലും ഷഹബാസ് ഷെരീഫും അസീം മുനീറും എല്ലാം തന്നെ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ട്രംപിനെ പിണക്കാനും വയ്യ, അതേസമയം ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പിണക്കാനും വയ്യ. രണ്ടുപേരെയും പിണക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. ഏതായാലും ദാവോസിലെ ഉച്ചകോടിയിൽ വെച്ച് തന്നെ ഞങ്ങളും ഇതിന് കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തൽക്കാലം ഇനി തലകൂരാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനും. ഏതായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലുണ്ടായതുപോലുള്ളൊരു പ്രക്ഷോഭം തങ്ങളുടെ രാജ്യത്തും ഉണ്ടാകുമോ എന്നുള്ള ഭയം എല്ലാ കാലത്തും പാകിസ്ഥാനിലെ സൈനിക മേധാവികളെ പോലും പേടിപ്പിക്കുന്നതാണ്. ഏതായാലും 1000 കോടി രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് നേടുന്ന ഈ പ്രസ്ഥാനം ട്രംപിനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പലരുടെയും ചിന്ത. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കച്ചവടമാണ്. ലോകത്ത് എന്ത് കാര്യം കാണുമ്പോഴും അതിലൊക്കെ തൻ്റെ ലാഭ
കണ്ണ് മാത്രം തുറന്ന് കാണുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവും ഇനിയുള്ള മുമ്പോട്ടുള്ളതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ആശങ്കയുടെ അല്ലെങ്കിൽ സംശയത്തിൻ്റെയൊക്കെ തന്നെ നിഴൽ നിൽക്കുമ്പോൾ, സുതാര്യതയില്ലായ്മയുടെ നിഴൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ കണ്ണും അടച്ച് അമേരിക്കയെ അനുസരിക്കുക മാത്രമാണ് അവരുടെ മുന്നിലുള്ള വിധി. കാരണം പാകിസ്ഥാൻ എന്ന രാജ്യം അമേരിക്കയുടെ അടിമകൾ തന്നെയാണ്, അവർക്ക് വേറെ നിലനിൽപ്പില്ല.